ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളെ ഒരു റുട്ടീനിൽ ചെയ്യുന്ന ഒരു യോഗ വിന്യാസ ഫ്ലോ അതാണ് കാണിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റിയുള്ളതല്ല കേട്ടോ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്ന റുട്ടീൻസൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ എയറോബിക്സ്, സുംബ, ക്രോസ് ട്രെയിനിങ്, പിന്നെ അത് ക്രോസ് ഫിറ്റ്, സ്ട്രെങ്ത് ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മുടെ യോഗ, ഇതിൻ്റെ എല്ലാം. അപ്പോൾ ആ കൂടാതെ ഇങ്ങനെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വരുമല്ലോ. എന്തെങ്കിലും നമ്മൾ വെക്കേഷന് പോവുക, അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പം തിരിച്ച് നമ്മളിപ്പോൾ ഒരു മാസത്തെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് നമ്മൾ ആ കുറച്ചതിലും ഒരു 3-4 കിലോ 5 കിലോ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഏജിനനുസരിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 50 ആണ്, 50യുടെ അല്ലെങ്കിൽ 40+ ആൾക്കാർക്ക് ആ ഏജിൽ നമ്മുടെ ആ കൂടിയ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പിന്നെ കുറേ സമയം എടുക്കും കേട്ടോ. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് കേട്ടോ. കാരണം എല്ലാ വർഷവും ഞാൻ മിക്കവാറും ജൂണിൽ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ഒരു 25 ദിവസം അല്ലെ മാക്സിമം 1 മന്തൊക്കെ അവധി എടുത്തിട്ട് ഒരു വെക്കേഷന് പോകാറുണ്ട്. ചിലപ്പോൾ നാട്ടിൽ പോകും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര പ്രയാസപ്പെട്ടാണോ നമ്മൾ 56-57 kg അതിലൊരു 4 കിലോ ഒക്കെ കൂടി വരും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് എനിക്ക് കുറേ സമയം എടുക്കുമായിരുന്നു അത് തിരിച്ച് ആ വെയിറ്റിലേക്ക് വരാനായിട്ട്. അതായത് 6 മാസമെങ്കിലും 4-5 മാസമൊക്കെ എടുക്കുമായിരുന്നു. ആദ്യം ഞാനൊരു 30s ആയിരുന്നു. അപ്പോൾ ഈ നമ്മളിങ്ങനെ കൂടി വരുന്ന ആ വെയിറ്റില്ലേ, നാട്ടിലൊക്കെ പോയിട്ട് ഒരു 3-4 കിലോ ഒക്കെ കൂടി വന്ന ഒരു മാസം അല്ലെങ്കിൽ 25 ദിവസം കൊണ്ടൊക്കെ നോർമൽ ആവുമായിരുന്നു എക്സസൈസും റുട്ടീനിൽ വരുമ്പോൾ. പക്ഷെങ്കിൽ നമ്മൾ പ്രായമാവും തോറും നമ്മുടെ മെറ്റബോളിക് റേറ്റ് കുറവായതുകൊണ്ട് ഈ വെയിറ്റ് ലോസ് ഭയങ്കര സ്ലോ ആയിരിക്കും കേട്ടോ. നമ്മൾ 40+ കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഭയങ്കര സ്ലോ. കാരണം ഈ മെറ്റബോളിക് റേറ്റ് കുറവല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ അത് ഡൈജസ്റ്റിങ് ആകുന്ന ആ മെറ്റബോളിക് റേറ്റ് ഒത്തിരി കുറവായതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഓർത്ത് നോക്കാം. നമ്മൾ ഇത്രയും മെനക്കെട്ട് വെയിറ്റ് കൊണ്ടുവന്നു, ഒരു 55-56 കൊണ്ടുവന്നു, ഒരു മാസം ഒന്ന് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് 60 അല്ലെങ്കിൽ 60 ഓൾമോസ്റ്റ് ടച്ചാവും. പിന്നെ അത് നമ്മൾ 56 ആവാൻ പിന്നെ ഒരു 4-5 മാസം എടുക്കുമ്പോഴത്തേന് അടുത്ത ബ്രേക്ക് എടുക്കാനുള്ള സമയമാവും. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ വന്നു, അത് കഴിഞ്ഞൊരു ബ്രേക്ക് എടുക്കാൻ വരുമ്പോൾ ഒരു ടെൻഷൻ വരത്തില്ലേ, അയ്യോ ഞാൻ ഇനിയും പോയിട്ട് വരുമ്പോൾ പിന്നെയും വെയിറ്റ് ചെയ്ത്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു സ്ഥിതിയാണ് കേട്ടോ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്രാവശ്യം പിന്നെയും 15th ജൂൺ മുതൽ, അതായത് ഒരു മാസത്തേക്ക് ഞാൻ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോയിട്ട് പിന്നെ വരുമ്പോഴത്തേന്, അതായത് ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഈ പ്രക്രിയ തന്നെ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനായിട്ട് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. ഈ ഒരു മാസം കൊണ്ട് നമ്മൾ കുറയണ്ട, പക്ഷേ ആ ഉള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഒരു ട്രിക്ക് ഞാൻ ചെയ്യാൻ പോകുന്നു, ഒരു ട്രയൽ പോലെ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കും കൂടാം. അപ്പം അങ്ങനെ കൂടിയിട്ട് നമുക്ക് നോക്കാമല്ലോ. ജൂൺ 15th തൊട്ട് ജൂലൈ 15th വരെ ഒരു മാസം ഞാൻ എന്നും കഴിക്കുന്ന ആഹാരത്തിന്, അതായത് നമ്മൾ എക്സസൈസ് ഇല്ല കേട്ടോ, ഒള്ളി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് പറ്റുന്നത്ര ഡിസ്റ്റൻസ് നടക്കും. 10,000 സ്റ്റെപ്സ് എടുക്കണമെന്നുണ്ട്, അത് പറ്റുമോ എന്നറിയത്തില്ല, പക്ഷേങ്കിൽ അത് എടുക്കാൻ ട്രൈ. ഞാൻ എപ്പോഴും പറയുമല്ലോ, വാക്കിംഗ് ഈസ് നോട്ട് ആൻ എക്സസൈസ്, ഇറ്റ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്മാർട്ട് വാച്ച് കയ്യിൽ കെട്ടിയിട്ട് നമ്മൾ 10,000 സ്റ്റെപ്സ് എടുക്കാനായിട്ട് ശ്രമിക്കും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭക്ഷണം എങ്ങനെ കഴിച്ചുകൊണ്ട് വേണം നമുക്ക് ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ. ഇതെൻ്റെ ഒരു ട്രയലാണ്. അപ്പോൾ എൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്കൊക്കെ കൂടാം. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിന് 3 പേര് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നമ്മുടെ നമ്മുടെ ഏജ് ഇട്ടിട്ട് നമുക്ക് എത്ര കാലറി ഒരു ദിവസം കഴിച്ചാലാണ് നമ്മുടെ വെയിറ്റ് കൂടാതിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹൗ ടു കാൽക്കുലേറ്റ് കാലറി ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് നോക്കാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് കാൽക്കുലേറ്റ് മൈ കാലറി ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ടാൽ ഒത്തിരി ആപ്സ് വരും കേട്ടോ. അങ്ങനെ ആപ്പിൽ കൂടെ നമ്മുടെ ഏജ്, നമ്മുടെ ജെൻഡർ, നമ്മുടെ ഹൈറ്റ്, അതെല്ലാം നമ്മൾ ട്രൂ ആയിരിക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് നമ്മുടെ ആ മെഷർ ചെയ്ത വെയിറ്റും കറക്റ്റ് ഹൈറ്റും കറക്റ്റ് ഏജും ഇടണം. അതിനകത്ത് നമ്മൾ ഒട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് എത്ര കാലറിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്, ഒരു ദിവസം കഴിക്കേണ്ടത് എന്ന് വരും കേട്ടോ. അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പം എനിക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1500 കാലറി കഴിക്കാം കേട്ടോ. അതായത് വെയിറ്റ് ലൂസ് ചെയ്യണമെങ്കിൽ, അതായത് വെയിറ്റ് ലോസ് വേണമെങ്കിൽ 1230 കാലറി കഴിക്കണം. അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1544 കാലറിയാണ് കഴിക്കേണ്ടത്.
പക്ഷെങ്കിൽ ഞാൻ ഓർക്കുന്നത് 1544 കഴിക്കാതെ ഒരു 1400 കാലറി ഒരു ദിവസം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ 10,000 സ്റ്റെപ്സ് എടുക്കാൻ പറ്റുന്ന ദിവസമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം എന്നാണ്, വെയിറ്റ് ലോസ് അല്ല, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നാണ് നമുക്ക് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതായത് പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ 1000 കാലറിയാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പം അത് ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഫോർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. അപ്പോൾ അതിന് നെഗറ്റീവ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അത് നമുക്ക് ചെയ്യേണ്ട, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം 1400 കാലറി. അപ്പോൾ 1400 കാലറി ഞാൻ ഒരു ദിവസം, അത് നമ്മുടെ ചെറിയൊരു വെയിങ് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും 200 ഗ്രാം ചോറെന്ന് പറഞ്ഞാൽ അത്ര മാത്രം കഴിക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ജൂൺ 15 ഓൺവേർഡ്സ് ഞാൻ കഴിക്കുന്ന സാധനത്തിൻ്റെ കാലറിയും എന്തൊക്കെയാണ് കഴിക്കുന്നതുമുള്ള ഡെയിലി ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എക്സസൈസ് ഇല്ല കേട്ടോ. നമ്മൾ ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പം ഇതൊരു നമ്മുടെ വെക്കേഷനാണ്, ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. അപ്പം നമുക്കൊരു മീൽ സ്കിപ്പ് ചെയ്യാം കൂടുതൽ കഴിച്ചെങ്കിൽ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പോകുന്നത് 1400 കാലറിയാണ് കേട്ടോ. എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്ന 1544, പക്ഷെ എന്നാലും 1400 മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് 10,000 സ്റ്റെപ്സ് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഈ പ്ലാൻ എത്ര വർക്കൗട്ട് ആകുമെന്ന് വെച്ചാൽ വർക്കൗട്ട് ആക്കണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നമ്മൾ മെനക്കെട്ടിട്ട് നമ്മൾ ചെയ്ത ഈ വെയിറ്റ് ഞാനൊരു 56.8 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 57 ആക്കി തന്നെ വെക്കണം എന്നുള്ളതാണ്. ജൂലൈ 15 ഞാൻ തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ ആകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് എൻ്റെ കൂടെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊന്ന് നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മളെപ്പോഴും ഞാൻ പറയത്തില്ല, ഞങ്ങൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തായിരുന്നു 30 ഡേയ്സ്. നമ്മൾ ഓരോ ചലഞ്ചസ് ചെയ്യുമ്പോൾ നമ്മുടെ വിൽ പവറിനെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരികയല്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ എക്സസൈസൊക്കെ ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, മതി, വേണ്ട, പോവാം, അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയമാണ്. അപ്പോഴൊക്കെ നമുക്കതൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ചസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാവേ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ദിവസത്തെ ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഒരു ദിവസത്തെ ഫുഡിൽ എത്ര കാലറീസ് വരും, ഈ ഒരു എന്താ പറയുക, ഈ ഒരു 1400 വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കഴിച്ചാലാണ് നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ 1400 കാലറി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നത് എന്ന് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കിയിട്ട് പറയാവേ എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്, അതായത് ഈ കറക്റ്റാണേ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് 2 ഇഡലിയും ഒരു ബൗളിനകത്ത് സാമ്പാറും കൂടെ നമുക്ക് കഴിക്കാം. പിന്നെ പാല് കുടിക്കാം, ചായയും കാപ്പിയും കുടിക്കേണ്ട, പാല് കുടിക്കാം കേട്ടോ. പാല് കുടിക്കാം. പശുവും പാല് നമുക്ക് ഒരു ഗ്ലാസ് പശുവും പാല് മധുരം ഇടാതെ കുടിക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കും, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തല്ല, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പാല് കുടിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേങ്കിൽ പാല് കുടിക്കുന്നത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പാല് നല്ലൊരു പ്രോട്ടീൻ്റെയും കാൽഷ്യത്തിൻ്റെയും സോഴ്സാണ്. പിന്നെ ലാക്ടജൻ ഇൻടോളറൻസ് ഉള്ളവർക്ക് പാല് കുടിക്കേണ്ട, അതിന് പകരം നിങ്ങൾ ഗ്രീൻ ടീ കുടിച്ചോളൂ. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഡലിയും ഒരു ബൗൾ സാമ്പാറും കൂടെ കഴിക്കുമ്പം ഏകദേശം 350 കാലറിയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മിൽക്കും കൂടെ, ഒരു ഗ്ലാസ് പാല് കുടിക്കുക. ഒരു ഗ്ലാസ് പാലെന്ന് പറയുമ്പോഴത്തേനും ഒരു 150 കാലറി വരും. ഓൾമോസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം 120 കാലറിയാണ് ഒരു ഗ്ലാസ് പാല്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 350 + 120 470. പിന്നെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ വെള്ളം മാത്രം കുടിച്ചാൽ മതി. വേണമെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലഞ്ചിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബൗൾ ഓഫ് റൈസ്, അതായത് 200 ഗ്രാം ചോറും ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം മീനിട്ട് ഫിഷ് കറിയും തോരനും, അത്രയും കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ 550 കാലറിയാണ് കേട്ടോ. ഇതായിരിക്കുമല്ലോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലഞ്ച്. പക്ഷേ ചോറും ക്വാണ്ടിറ്റി അത്രേ എടുക്കാവുള്ളൂ, 200 ഗ്രാം മാത്രം. പിന്നെ ഫിഷ് വറുത്തല്ല, ഫിഷ് കറി മാത്രം, പിന്നെ തോരനും. നമ്മുടെ ഒരു ചെറിയൊരു എമൗണ്ട് തോരനും എടുക്കുക. അപ്പോൾ ഒരു 550 കാലറിയായി. അപ്പം നമ്മുടെ ടോട്ടൽ കാലറി 1020 കാലറിയായി. പിന്നെ വൈകുന്നേരം ചായ കുടിക്കേണ്ട, അഗെയിൻ നമുക്ക് വേണമെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു റോബസ്റ്റ പഴം തിന്നാം കേട്ടോ. ഒരു റോബസ്റ്റ പഴം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ 90 കാലറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുടിക്കാം. അപ്പം നമ്മുടെ എത്രയായി, ഓൾമോസ്റ്റ് ഒരു 1120 ആയി അല്ലേ. പിന്നെ നമുക്കൊരു 300 കാലറിയുടെ
ഡിന്നർ കഴിക്കുക. 300 കാലറിയിൽ, അതായത് ഒരു ചപ്പാത്തിയും കറിയും കൂടെ കഴിക്കുമ്പോൾ 200-250 കാലറി ആകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു ദിവസത്തെ ഫുഡ്. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം ഇതാണ് ഞാൻ ഒരു ഏകദേശം ഒരു ദിവസം. ഇതിനകത്ത് സ്നാക്സ് ഇല്ല കേട്ടോ, സ്നാക്സ് ഒന്നും കഴിക്കരുത്. പിന്നെ നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ വെക്കേഷൻ ആണല്ലോ, ലഞ്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ മീൽ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വല്ലതും കഴിക്കണം തോന്നുവാണെങ്കിൽ ഒരു ഫ്രൂട്ടിനേക്കാളും നല്ല വെജിറ്റബിൾ അല്ലെങ്കിൽ സൂപ്പ് കുടിക്കുക. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഓരോ പ്രാവശ്യം കഴിക്കുമ്പം ഈ ഒരു മാസം നിങ്ങളുടെ കാലറി ട്രാക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്കതൊരു ഹാബിറ്റായി പൊക്കോളും. ഹാബിറ്റായി കഴിയുമ്പോൾ നമുക്കത് എപ്പോഴും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കണമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കാലറി നോക്കിയിട്ട് അന്നത്തെ ദിവസത്തെ ഫുഡിനകത്ത് ബാക്കി സമയത്തുള്ള ആഹാരത്തെ കൺട്രോൾ ചെയ്യുക. വെളിയിൽ പോകുന്ന ഞാനും ഇതുപോലെ തന്നെയാണ്, വെളിയിൽ പോയി ഫുഡ് എന്തായാലും കഴിക്കും. അന്നത്തെ ദിവസത്തെ ബാക്കി ഫുഡ് കൺട്രോൾ ചെയ്യും. അത് 1400 നിർത്തുക എന്തൊക്കെ കഴിച്ചാലും. പിന്നെ പ്രോട്ടീൻ മാക്സിമം കഴിക്കാനായിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അത് പിന്നെയും ഞാൻ പറയണ്ടല്ലോ. പ്രോട്ടീൻ കഴിക്കുക, വെള്ളം കുടിക്കുക, എല്ലാ മീലിനകത്തും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഷുഗറി ഡ്രിങ്ക്സിൻ്റെ ലിമിറ്റ് ചെയ്യുക. അതായത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുമ്പം, അതായത് നമ്മൾ ഓരോ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ എക്സസൈസിന് പകരമായിട്ട് നമ്മൾ നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ റിഫൈൻഡ് കാർബ്സ്, അതായത് മൈദ, അതൊന്നും കഴിക്കാതിരിക്കുക മാക്സിമം. ഇതൊക്കെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല. നമുക്ക് പറ്റുന്ന ദിവസത്തിൽ 1400 കാലറി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. നമുക്കപ്പോൾ നോക്കാമല്ലോ നമ്മുടെ വെയിറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ല. ഇത് നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ട്രയലാണ് കേട്ടോ. അപ്പം നമ്മൾ സക്സസ് ആവുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെയാണ് സക്സസ് ആവുന്നത് കേട്ടോ. അപ്പോൾ പാല് കുടിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഏത്തക്കാപ്പൊക്കെ കഴിക്കണം തോന്നുന്നത് അതിൻ്റെ കാലറി കറക്റ്റായിട്ട് നോക്കിയിട്ട്, ഇതിപ്പോൾ പിന്നെ ഞാൻ പറയുന്നില്ല, 1400 കാലറി കഴിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ 10 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നടക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നടക്കും. അതുപോലെ തന്നെ ലഞ്ചിന് മുമ്പ് 10 മിനിറ്റ് നടക്കും, ലഞ്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നടക്കും. അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് മുന്നേ 10 മിനിറ്റ് നടക്കും, ഡിന്നർ കഴിഞ്ഞിട്ട് 20 മിനിറ്റ് നടക്കും. ഇത്ര നടന്നു കഴിയുമ്പോൾ നമ്മുടെ 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി നടക്കുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തോന്നത്തുമില്ല നമ്മൾ ഇത്രയും നടന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു മെത്തേഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ അങ്ങനെ ആലോചിക്കില്ല. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാര്യമുണ്ട്. നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ പിന്നെ ഫിറ്റ്നസ്സിൻ്റെ പിന്നെ നമ്മൾ ഒരു മാസം ഇങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു മാസമൊക്കെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. യോഗ ആണെങ്കിലും ഒക്കെ ചെയ്യാം. ഒരു മാസത്തിൽ കൂടുതൽ ബ്രേക്ക് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പോൾ ഈ ആഴ്ച ഞാൻ എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് June 15 തൊട്ട് ബ്രേക്കാണ് എൻ്റെ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കൂടണമെന്നുള്ളവർക്ക് കൂടാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഒന്ന് കൂട്ടി ഒന്ന് മോണിറ്റൈസ് ആവണം എന്ന് അതൊക്കെയാണല്ലോ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്നാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എൻ്റെ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള വീഡിയോസാണ് കൂടുതലും. മെൻ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് വ്ളോഗ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാര്യങ്ങൾ. അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അതൊക്കെ എന്താണെന്നും ഒക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ കൂടെ എനിക്കിഷ്ടമാണ് കേട്ടോ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നതല്ല, നമ്മളൊരു യൂട്യൂബറാണ് അങ്ങനെയല്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മുമ്പോട്ട് പോവാം. നല്ല രസമല്ലേ, നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ കുറേ ആൾക്കാരുണ്ട്. ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യാതിരിക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ നമുക്ക് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ലക്ഷ്മി. ടേക്ക് കെയർ.